കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ലഹരി എത്തിക്കുന്ന സംഘത്തിലെ മുഖ്യപ്രതി പിടിയിൽ. അത്താഴക്കുന്ന് സ്വദേശി മജീഫാണ് പിടിയിലായത്. കഴിഞ്ഞ മാസം ജയിലിലേക്ക് ബീഡി എറിഞ്ഞുകൊടുക്കാൻ ശ്രമിച്ച സംഘത്തിൽ ഇയാൾ ഉണ്ടായിരുന്നു. വിവരങ്ങൾ നൽകാൻ നിഖിൽ എയുണ്ട്. നിഖിൽ, ഈ സെൻട്രൽ ജയിലിലെ ലഹരി ഉപയോഗം മാത്രം വല്ലാത്തൊരു പ്രശ്നമാണല്ലേ? ഈ മുഖ്യകണ്ഠി എന്തെങ്കിലും പിടിയിലായിട്ടുണ്ട്? ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്താണ് ലഭിക്കുന്നത്? ആരുണ്യ, കഴിഞ്ഞ മാസം കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ബീഡിയും ഒപ്പം തന്നെ മൊബൈൽ ഫോണുകളും എറിഞ്ഞ് നൽകാൻ എത്തിയ സംഘത്തെ ജയിൽ വാർഡന്മാർ പിടികൂടാൻ ശ്രമിച്ചിരുന്നു. ഈ സമയത്ത് ഓടി രക്ഷപ്പെട്ടയാളാണ് മജീഫ്. ആ മജീഫിനെയാണ് ഇപ്പോൾ അത്താഴക്കുന്നിൽ വെച്ച് കണ്ണൂർ ടൗൺ പോലീസ് പിടികൂടിയിരിക്കുന്നത്. സംഭവത്തിൽ അന്ന് തന്നെ പനങ്കാവ് സ്വദേശിയായ അക്ഷയ് പിടിയിലായിരുന്നു. ഇപ്പോൾ പിടിയിലായിരിക്കുന്ന മജീഫാണ് ഈ സെൻട്രൽ ജയിലിലേക്കുള്ള ലഹരി മൊബൈൽ കടത്തിന്റെ പ്രധാനി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കേസ് മാത്രമല്ല, നിരവധി കേസുകളിലെ പ്രതിയാണ് ഇയാൾ. ലഹരിക്കടത്ത് കേസുണ്ട്, കൊട്ടേഷൻ കേസുകളുണ്ട്, മാത്രമല്ല സ്വർണ്ണക്കടത്ത് കേസിലും പ്രതിയാണ് ഇയാൾ എന്നതാണ് ലഭിക്കുന്ന വിവരം. ഇയാളായിരുന്നു ഇതിലെ പ്രധാനിയായി പ്രവർത്തിച്ചിരുന്നത് എന്നുകൂടി പോലീസിന് നേരത്തെ തന്നെ വിവരം ലഭിച്ചതാണ്. നേരത്തെ ഇത്തരത്തിൽ ഈ മൊബൈൽ ഫോൺ ലഹരിയും എറിഞ്ഞു നൽകുന്ന സംഘത്തിൽ 3 പേരാണ് അന്ന് ഉണ്ടായിരുന്നത് എന്നതായിരുന്നു പോലീസിനുള്ള വിവരം. എന്നാൽ ഇയാൾ അക്ഷയും താനും മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന കാര്യമാണ് ഇപ്പോൾ പോലീസിനോട് പറയുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും പോലീസ് കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്തി വരുന്നുണ്ട്. ഒരു മാസം മുൻപാണ് ഈ സംഭവം നടന്നത്. അന്ന് ജയിൽ വാർഡന്മാർ ഇവരെ പിന്തുടർന്നെങ്കിലും ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഓടുന്നതിനിടെ വീണ പോയ അക്ഷയെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു അന്ന്. ശരി, നിഖിൽ അളവൂരാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.